നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾ അവിടെ, നീ ഇവിടെയല്ലേ? ഇപ്പൊ നീ പോയി കിടന്ന് ഉറങ്ങ് സമാധാനത്തിൽ. പോ രഘുവിനെ വിളിച്ച് നമ്മൾ ഇപ്പൊ അവിടെ പോയാ അവളെ കൈയോടെ പിടിക്കും. ചേച്ചി ഒന്ന് രഘുവിനെ വിളിക്ക് പ്ലീസ്. എന്റെ ദേ, നീ ഇപ്പോഴും ഉറക്കത്തിലെ പോലെ പിച്ചും പെയ്യും പറയാ. ഈ പാതിരാത്രിക്ക് ഇത്രയും ദൂരം ഓടി ചെന്നിട്ടേ നീ എന്ത് കണ്ടുപിടിക്കാനാ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുതേ. ഞാനും അതന്നെ ചേച്ചി പറഞ്ഞ്. ഇത് ചേച്ചിക്ക് വട്ട. എന്റെ ദേ, മനസ്സിന്റെ ആകുലതകളാ സ്വപ്നമായിട്ട് കാണുന്നേ. നീ നന്നായി പ്രാർത്ഥിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങ്. എന്നിട്ട് രാവിലെ നീ ശബരിയുടെ വീട്ടിലേക്ക് പോ. വേണമെങ്കിൽ രഘുവേട്ടന് ഞാനും നിന്നെ അങ്ങോട്ട് കൊണ്ടുവിടാം. അയ്യോ, നിങ്ങൾക്കൊക്കെ എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അവിടെ തള്ളണമെന്നേ ഉള്ളൂ. എന്റെ പ്രശ്നങ്ങൾ തീർക്കണമെന്നില്ല. ഓ, ശബരിയായിട്ടുള്ള നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ നിനക്കേ പറ്റൂ ദേ. പിന്നെ നീ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. എങ്കിലേ ഞാനത് തെളിയിച്ചു തരാം. അമ്പിളി ചേച്ചി ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം. എന്തീ കാണിക്കാൻ പോകുന്നേ? ഞാനേ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിക്കട്ടെ. ആനിതേ. ഓ, എന്നിട്ടേ ഫോൺ ശബരിയേട്ടനൊന്ന് കൊടുക്കാൻ പറയും. അപ്പൊ അവളുടെ മറുപടി എനിക്കറിയാൻ പറ്റും. അവളും ശബരിയേട്ടനും ഒരു മുറിയിലാണോ അല്ലയോ എന്ന്. എടി, ഇവളെന്തായി കാണിക്കുന്നേ? ഈ ചേച്ചിയുടെ ഒരു കാര്യം. അച്ഛൻ രാത്രിയില് BP യുടെ ഗുളിക കഴിക്കാൻ ഇല്ലടാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലല്ലോ അച്ഛൻ.